നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എയർ ഇന്ത്യ അവരുടെ വിമാനം മറന്നുപോയി. 13 വർഷങ്ങൾക്ക് ശേഷം അവരെ വിമാനം കണ്ടെത്തിയിരിക്കുന്നത് കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടിലാണ്. പെട്ടെന്നൊരു ദിവസം എയർ ഇന്ത്യക്ക് ഒരു ഇമെയിൽ വരികയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന്. നിങ്ങളുടെ ഒരു പാട്ട ഇവിടെ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകൂ എന്നുള്ളത്. എയർ ഇന്ത്യ അത്ഭുതപ്പെട്ടു പോയി. ഏത് പാട്ടാ, എന്ത് പാട്ടാ, ആരുടെ പാട്ടാ? അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് 2012 ഡീകമ്മീഷൻ, അതായത് സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യയുടെ 737-200 എന്നുള്ള വിമാനം കൊൽക്കത്തയിലെ എയർപോർട്ടിലെ പാർക്കിങ്ങിൽ ഇങ്ങനെ കിടക്കുകയാണ്. കാണാൻ സാധിക്കും. ആരും കൊൽക്കത്ത എയർപോർട്ടിൽ ഏകദേശം 100ഓളം ജീവനക്കാരുണ്ട് എയർ ഇന്ത്യക്ക്. അവരുടെ തൊട്ട് മുമ്പിൽ ഒരു മെയിൻ്റെനൻസും ഇല്ല, ഒന്നുമില്ല. കാട് പിടിച്ചൊരു വിമാനം കിടക്കുന്നു. 100ഓളം എംപ്ലോയീസ്. എന്നാൽ ഇത് നമ്മുടെയല്ലേ, പേര് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാൻ പോലും ഒന്നും മെനക്കെടാതെ അതവിടെ അങ്ങനെ ഇരുന്നു. എന്താണ് ഉയർന്നുകൊണ്ടിരുന്നത്? പാർക്കിംഗ് ഫീ ഏകദേശം 1 കോടി രൂപയോളം 2012 മുതൽ ഈ 26 വരെ അടച്ചു കഴിഞ്ഞു എയർ ഇന്ത്യ ഈ വിമാനത്തിന് വേണ്ടി. അങ്ങനെ പാർക്കിംഗ് ഫീസ് കിട്ടാതായപ്പോഴാണ് എയർപോർട്ട് അതോറിറ്റി വന്ന് പറഞ്ഞ കൊണ്ടുപോകണം ഇതെന്ന്. ഇനി എടുക്കണമെങ്കിൽ പണം കൊടുക്കണം. 2012 മുതൽ 26 വരെയുള്ള ഈ പാർക്കിംഗ് ഫീസിന് ഡ്യൂസും പെനാൽറ്റിയും അടച്ചാൽ മാത്രമേ ഇത് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. ആരുടെ പണമാണിത്? ടാക്സ് പേയേഴ്സ്. നിങ്ങളുടെ ഓരോ വ്യക്തികളും എന്താ പറയുന്നത്, നിങ്ങളുടെ നികുതി പണം, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ടാക്സ് എന്തും ആയിക്കോട്ടെ, ആ പണമാണ് ഈ 13 വർഷം അവിടെ കിടന്ന് നശിച്ചു കിടന്ന ഈ വിമാനത്തിന് പാർക്കിംഗ് ഫീ അടയ്ക്കേണ്ടത്. ഇത്തരം ഒരു ഓഡിറ്റിംഗ് ഇല്ല, മെയിൻ്റനൻസ് ഇല്ല, ട്രാക്കിംഗ് അസറ്റ്സ് ഒന്നുമില്ല. വർഷങ്ങളോളം കടന്നു ഇത്തരം കെടുകാര്യസ്ഥത. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു ഏകദേശം 100 വർഷത്തോളം. പക്ഷേ ഇത്രയും വലിയ കട്ടുമുടിക്കൽ ഉണ്ടായിരുന്നില്ല. കട്ടുമുടിച്ചാലും അല്പെങ്കിലും ഈ പറയുന്ന രാജ്യത്തേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് വെള്ളക്കാര്. പക്ഷെ 2004 മുതൽ 14 വരെ ഭരിച്ചിരുന്ന യു പി എ സർക്കാരിന് ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു പ്രഫുൽ പട്ടേൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സംഭവിച്ചിരുന്നത്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് സ്വന്തം സ്വന്തം വീട്ടുകാർ, സ്വന്തം കമ്പനി പോലെ അവനവന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന കമ്പനിയാക്കി തളർത്തിയ ഒരു ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു പ്രഫുൽ പട്ടേൽ. അദ്ദേഹത്തെ പോലുള്ള ആളുകളെ വീണ്ടും കയറ്റാനാണ് രാഹുൽ ഗാന്ധി ഘോരം ഘോരം ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ എയർ ഇന്ത്യ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായി വരുമ്പോൾ എയർ ഇന്ത്യയുടെ പ്രോഫിറ്റ് നിസ്സാര പ്രോഫിറ്റ് ആയിരുന്നു. 70-75 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു എയർ ഇന്ത്യ. അവിടുന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ നഷ്ട കൂമ്പാരമാക്കി. അദ്ദേഹത്തിന്റെ മകള് 2010 ചണ്ഡീഗഡിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു യാത്രാ വിമാനം റദ്ദാക്കിയിട്ട് IPL അംഗങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആ റദ്ദാക്കിയ വിമാനം ചണ്ഡീഗഡിൽ കൊണ്ടുപോയി അവിടുന്ന് ചെന്നൈ വരെ കൊണ്ടുപോയി. എന്തിനു വേണ്ടിയാ? ധോണിയെയും ഭാര്യയും സുഖിപ്പിക്കാൻ. ഈ പ്രഫുൽ പട്ടേലിന്റെ കുടുംബത്തിന് വെക്കേഷൻ പോകാൻ വേണ്ടി എത്രയോ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊണ്ടുപോയി. ആ സെക്ടേഴ്സ് വെട്ടിക്കുറച്ച്. അതായത് ഈ എയർലൈൻ സംഭവം എന്ന് പറയുന്നത്, അത് ഈ സിംഗപ്പൂരിലേക്ക് 3 തവണ പോകുമ്പോൾ സിംഗപ്പൂരിന് അവിടെ നിന്ന് ഇങ്ങോട്ട് 4 തവണ വരും. അതായത് ഒരു എയർലൈനിൽ സീറ്റ് ഷെയറിംഗ് എന്ന് പറയും. അതായത് 5000 സീറ്റ്, 6000 സീറ്റ് അങ്ങനെ ഷെയർ ചെയ്യുകയാണ് ഓരോ രാജ്യങ്ങൾ തമ്മിൽ. അങ്ങനെ ഷെയർ ചെയ്യുന്ന സീറ്റുകൾ പ്രൈവറ്റ് എയർലൈൻസിന് മറച്ചു വിറ്റും കൊണ്ട് ഈ പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ പ്രോഫിറ്റ് പുതിയ ജനറേഷൻ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന സോണിയയും കൂട്ടരും ആ കാലഘട്ടത്തിൽ കാണിച്ചു കൂട്ടിയ കൊള്ളരുതാമയും കക്കലും. ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരുപാട് പേര് പറയായിരിക്കും പ്രഫുൽ പട്ടേൽ ഇപ്പോൾ BJP-യിലല്ലേ? ശരിയാണ്, അദ്ദേഹം BJP-യിലാണ്. രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാകാം. എന്നാൽ പോലും ശ്രീമാൻ നരേന്ദ്രമോദി ഇതുപോലൊരു വൃത്തികെട്ടവൻ, കൊള്ളരുതാത്തവൻ, കള്ളൻ ഒരിക്കലും ഈ ഒരു പദത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കും. ശരിയാണ്, അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുന്നത് രാഷ്ട്രതന്ത്രം. അതൊരു രാഷ്ട്രീയ തന്ത്രമായി നമുക്ക് അംഗീകരിക്കാം. അത് വിട്ടേക്ക്, ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ പോലും പോസ്റ്റുകളിൽ വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കും. അതാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വിജയം എന്ന് പറയും. ഇന്ന് എയർ ഇന്ത്യ വിറ്റ് അവസാനിപ്പിച്ചു. ആലോചിച്ച് നോക്കുക, 13 വർഷത്തോളം ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എയർക്രാഫ്റ്റ് കടക്കുകയാണ്. അന്ന് ഒരാൾക്കെങ്കിലും പോയി ചോദിക്കാമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഡോണ്ട് കെയർ ഇറ്റ്. ഇതായിരുന്നു. അതായത് പ്രൈവറ്റ് എയർലൈൻസുകൾക്ക് വേണ്ടിയിട്ട് കാർഗോ സെക്ടറുകൾ വെട്ടിക്കുറയ്ക്കുക. സിംഗപ്പൂർ, ചെന്നൈ എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ കാർഗോ ഫുള്ളായി ലക്ഷങ്ങൾ ലാഭം വാരിയിരുന്ന സെക്ടറായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പ്രഫുൽ പട്ടേൽ അത് എയർ ഇന്ത്യക്ക് മാറ്റി പല പ്രൈവറ്റ് എയർലൈൻസിനും വിറ്റു വിറ്റു മുടിച്ചു. വീഡിയോന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കെടുകാര്യസ്ഥത. 2004 മുതൽ
ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു കെടികാര്യസ്ഥ, ഇതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. ഇനിയും ഇതുപോലുള്ള കഴിവുകെട്ട ലാലുവിന്റെ മകനെയും അതോടൊപ്പം തന്നെ മായാവതിയെയും മറ്റേ യുപിയിലുള്ള അവനെയൊക്കെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആക്കിക്കൊണ്ട് വേണം അടുത്തൊരു 20 വർഷങ്ങളുണ്ട് ഇന്ത്യയെ പുറകോട്ടടിക്കാൻ. ശരിയാണ്, എയർ ഇന്ത്യയുടെ ഭാഗത്ത് അസറ്റ് മാനേജ്മെന്റ്, ട്രാക്കിംഗ് സിസ്റ്റം ഇല്ല, ഇൻവോയ്സുകളില്ല, അതൊക്കെ അംഗീകരിച്ചു. എന്നാൽ പോലും ഒരു കെടുകാര്യസ്ഥത, അതാണ് ഇതിന്റെ മെയിൻ കാരണം. കാരണം എന്തായിരുന്നു? ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ആർക്കും ഒരു കുടുംബപരമാണ്, അതായത് എന്റെ വീട്, എന്റെ പെങ്ങള്, എന്റെ മക്കള്, അത് മാത്രമായിരുന്നു അവരുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരുന്നു പ്രഫുൽ പട്ടേൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി വിമാനയാത്രകൾ മാറ്റിയത്. എന്റെ കുടുംബത്തിന് മാലദ്വീപ് പോകണം, വിമാനം കൊടുത്തേക്ക്. എന്റെ കുടുംബത്തിന് സിംഗപ്പൂർ പോകണം, വിമാനം കൊടുത്തേക്ക്. ഇത്തരത്തിലുള്ള ആളുകളായിരുന്നു ഭരിച്ചിരുന്നത്. ഇന്നത്തെ ജനറേഷൻ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഈ പുതിയ ജനറേഷൻ മനസ്സിലാക്കണം, ഇങ്ങനെയൊരു ഇന്ത്യ ആയിരുന്നു ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് മാറ്റം, സമൂലമായ മാറ്റം ഞാൻ പറയുന്നില്ല, കാരണം മെന്റാലിറ്റി മാറ്റണം. തലപ്പത്ത് മൂടി ഇരുന്നുകൊണ്ടൊന്നും താഴെ തട്ടിലേക്ക് വികസനമോ അല്ലെങ്കിൽ ഈ പറയുന്ന കറപ്ഷനും കുറയൊന്നുമില്ല, സമയമെടുക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കാനും മാറ്റാനും ഒരു വ്യക്തി വന്നല്ലോ ഇന്ത്യക്ക്.